ഇന്ത്യയുമായുള്ള മത്സരത്തിനിടെ ഗ്രൗണ്ടിൽ മോശം പെരുമാറ്റവും പ്രകോപനപരവുമായ അംഗവിക്ഷേപവും നടത്തിയ പാക് താരം ഹാരിസ് റൌഫിന് പിഴ. ICC ആണ് താരത്തിന് മാച്ച് ഫീയുടെ 30% പിഴ ചുമത്തിയത്. അർദ്ധശതകം നേടിയ ശേഷം വെടിവെക്കുന്ന ആംഗ്യം കാണിച്ച സാഹിബ് സാദ ഫർഹാന് ICC താക്കീത് നൽകി. എൽദോ പോൾ ചേരുകയാണ്. എൽദോ, വിവരങ്ങൾ. രഞ്ജിത്ത്, ഈ കഴിഞ്ഞ 21-ാം തീയതി നടന്ന മത്സരത്തിലാണ്, ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിലാണ് ഈ രണ്ട് സംഭവങ്ങൾ നടന്നത്. അതായത് ബാറ്റ് ചെയ്ത് അർദ്ധ സെഞ്ചുറി നേടിയ ഷഹ്സാദ ഫർഹാനാണ് ആദ്യം ഇത്തരത്തിലൊരു ആക്ഷൻ കാണിക്കുന്നത്. അതായത് അർദ്ധ സെഞ്ചുറി സെലിബ്രേഷൻ സമയത്ത് അദ്ദേഹം ഒരു തോക്ക് ഉപയോഗിച്ച് വെടിയുതിർക്കുന്നത് പോലെയായിരുന്നു ആ സെലിബ്രേഷൻ നടത്തിയത്. വെടിവെച്ചിട്ടു എന്നുള്ള മട്ടിലാണ് അത് പിന്നീട് വ്യാഖ്യാനിക്കപ്പെട്ടത്. അതായത് ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള ബന്ധത്തിലെ പ്രശ്നങ്ങൾ നമുക്കറിയാം. പഹൽഗാം ഭീകരാക്രമണവും അല്ലെങ്കിൽ അതിനുശേഷം നടന്ന ഓപ്പറേഷൻ സിന്ദൂരും ഒക്കെ അറിയാം. അതിനുശേഷം നടന്ന ആദ്യ മത്സരമാണ് ഇന്ത്യ പാകിസ്ഥാനും. ആ മത്സരത്തിൽ അത്തരത്തിലൊരു ആംഗ്യം കാട്ടിയത് വലിയ തോതിൽ ചർച്ചയായിരുന്നു. അതിനുശേഷമാണ് പാകിസ്ഥാൻ ഫീൽഡ് ചെയ്യാൻ എത്തിയപ്പോൾ ഇന്ത്യൻ ആരാധകർ ഗാലറിയിലിരുന്ന് വിരാട് കോഹ്ലിയെ പുകഴ്ത്തിക്കൊണ്ട് കോഹ്ലി കോഹ്ലി എന്നുള്ള മുദ്രാവാക്യം വിളിച്ചു. അപ്പോഴാണ് റൌഫിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ 2 തവണ ഒരു ആക്ഷൻ ഉണ്ടായത്. അതായത് ആദ്യം അദ്ദേഹം കാട്ടിയത് 6-0 എന്നുള്ള ഒരു അംഗവിക്ഷേപമാണ്. അതായത് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് ഇന്ത്യയുടെ 6 ഫൈറ്റർ ജെറ്റുകൾ താഴെ ഇട്ടു എന്നാണ്. അത് ഓർമ്മിപ്പിക്കും വിധത്തിലാണ് റൌഫ് 6-0 എന്നുള്ള ഒരു അംഗവിക്ഷേപം കാണികളെ നോക്കി കാട്ടിയത്. അത് അപ്പോഴും കാണികൾ കോഹ്ലി കോഹ്ലി എന്നുള്ള വിളി തുടർന്നു. അതേ തുടർന്ന് റൌഫ് പിന്നീട് ഈ ഫൈറ്റർ ജെറ്റുകൾ താഴേക്ക് പതിക്കുന്ന മട്ടിലുള്ള ഒരു അംഗവിക്ഷേപവും ആ ഗ്രൗണ്ടിൽ ഫീൽഡ് ചെയ്യുന്നതിനിടെ കാണിക്കേണ്ടായി. ഇതാണ് ഇപ്പോൾ ഈ 30% മാച്ച് ഫീയുടെ പിഴ ചുമത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. ICC വിലയിരുത്തുന്നത് ICC ചട്ടപ്രകാരം ലെവൽ 1 പ്രകാരമുള്ള തെറ്റാണത്. അത് പ്രകാരമാണ് ഇപ്പോൾ മാച്ച് ഫീയുടെ 30% പിഴ ഈടാക്കുന്നത്. ഇതിനിടെ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെതിരെയും അന്വേഷണം ഉണ്ടായിരുന്നു. അതായത് ആദ്യ മത്സരത്തിൽ പാകിസ്ഥാനെതിരെ ജയിച്ചപ്പോൾ ഈ ജയം പഹൽഗാമിൽ മരിച്ച പ്രിയപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് സമർപ്പിക്കുന്നു എന്നുള്ള കളിക്കളത്തിലേക്ക് ആ കാര്യം കൊണ്ടുവന്നു എന്നുള്ളതാണ് സൂര്യകുമാർ യാദവിനെതിരെയുള്ളത്. പക്ഷെ ഇതുവരെ അതിലൊരു ശിക്ഷാ വിധി പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. അത് ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കാം. എന്താണെങ്കിലും ഇപ്പോൾ റൌഫിനെതിരെയാണ് ഇപ്പോൾ 30% മാച്ച് ഫീ പിഴ ചുമത്തിയത്. പക്ഷേ ഫർഹാന് താക്കീത് മാത്രമാണ് നൽകിയത്. ഗൺ ഉപയോഗിച്ച് വെടിവെക്കുന്ന തരത്തിലുള്ള ഫർഹാന്റെ അംഗവിക്ഷേപത്തിന് താക്കീത് മാത്രം നൽകുന്നു. എന്താണെങ്കിലും ഇന്ത്യ പാകിസ്ഥാൻ ചരിത്ര ഫൈനൽ ഞായറാഴ്ച നടക്കാനിരിക്കുന്നതിന് തൊട്ട് മുൻപാണ് ഇത്തരത്തിൽ ഒരു പിഴ വിധിക്കുന്നതും ICC നടപടി വരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഏഷ്യ കപ്പ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും ഫൈനലിൽ ഏറ്റുമുട്ടാൻ പോകുന്നത്. അപ്പോൾ ഉറപ്പായും പ്രതീക്ഷിക്കേണ്ടത് ഫൈനലിൽ ഇതിലും കൂടുതൽ കാര്യങ്ങൾ അല്പം കൂടി സമ്മർദ്ദമേറും, പിരിമുറുക്കം കൂടും, വാശി കൂടും എന്ന് പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. രഞ്ജിത്ത്. ശരി എൽദോ.